ബാപ്പു മുസ്ലിയാർ അവറുകളെ, തങ്ങളവറുകളെ, സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم. ബഹുമാനികളെ, ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഗ്‌രിബി നിസ്കാരത്തിന്റെ ശേഷം മുഖ്യ പ്രഭാഷണങ്ങൾ നടക്കാനുണ്ട്. ഇവിടെ മഹാന്മാരായ ബഹുമാനപ്പെട്ട ചേലക്കാട് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും ഉപദേശം വരാനുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, മൈതാനി പോവാ, സംസാരിക്കണ്ടേ? എല്ലാരും പോവാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഉദ്ഘാടന പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞ ഒരു കാര്യം മാത്രം, ഈ പള്ളി കാരണമായി നമുക്കിടയിലുള്ള സാഹോദര്യം നിലനിർത്തണമെന്ന്. ബഹുമാനികളെ, നമ്മൾക്കറിയാം, ലോകത്ത് ധാരാളം പള്ളികളുണ്ട്. ആ പള്ളികളുടെ മസ്ജിദ് കുടുംബത്തിലെ പള്ളിയാണ് നമ്മൾ പുനർനിർമ്മാണം നിർവഹിക്കപ്പെടുകയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തത്. ഈ ഭൂലോകത്തുള്ള പള്ളികളൊക്കെ നമ്മളിവിടെ ഒരു പള്ളി, രണ്ട് പള്ളിയാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നതെങ്കിൽ ഈ ഭൂലോകത്ത് ലക്ഷക്കണക്കായ പള്ളികളുണ്ട്. ആ പള്ളികളുടെ ഒക്കെ മാതാവായി സ്ഥിതി ചെയ്യുന്ന, മക്കയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നിർമ്മിച്ച കഅബാലയമാകുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ ചുറ്റുഭാഗത്താണ് ലോകത്തിന്റെ ഈ ഭൂമിയിൽ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കായ പള്ളികൾ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ പള്ളികളും തിരിഞ്ഞു നിൽക്കുന്നത്, അതിന്റെ മെഹ്റാബ് പരിശോധിച്ചാൽ ഈ ഭൂമിയിലുള്ള സകല പള്ളികളുടെയും മെഹ്റാബ് തിരിഞ്ഞു നിൽക്കുന്നത് മക്കയിലേക്കാണ്, കഅബാലയത്തിലേക്കാണ്. ഒരു പള്ളി നിർമ്മിക്കുന്നതിന്റെ ആദ്യപടിയായിക്കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനമാണ് അതിന്റെ ഖിബില ശരിയാക്കുക എന്നത്. പഠിച്ച വിവരമുള്ള ഖിബില സംബന്ധമായിട്ട് അറിവുള്ള ആളുകളെ കൊണ്ടുവന്ന് അതിന്റെ ഖിബില പരിശോധിക്കും. പുനർനിർമ്മാണമാണെങ്കിലും പുതിയ പള്ളിയുടെ നിർമ്മാണമാണെങ്കിലും അതിന്റെ ഖിബില ശരിപ്പെടുത്തും. എന്താണ് കാരണം? നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. വാനലോകത്തിൽ നിന്ന് നാം ഈ ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭൂമിയിലുള്ള സകല പള്ളികളും ഒറ്റ നോട്ടത്തിൽ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ പള്ളിയിൽ 24 മണിക്കൂറും നിർവഹിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നിസ്കാരം. മസ്ജിദ് എന്ന വാക്കിന്റെ അർത്ഥം സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇബാദത്തിൽ വെച്ച് ഏറ്റവും പുണ്യമായ ഇബാദത്താണ് നമസ്കാരം. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമായ ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ ഏറ്റവും പുണ്യമായ അമലാണ് സുജൂദ്. അപ്പൊ ഇബാദത്തിന്റെ ഏറ്റവും പുണ്യമായ, നമസ്കാരത്തിന്റെ ഏറ്റവും പുണ്യമായ അമല് സുജൂദ്. ആ സുജൂദിൽ നിന്നാണ് പള്ളിയുടെ പേര്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും മസ്ജിദ് എന്നാണ് പ്രയോഗം. സുജൂദ് ചെയ്യുന്ന സ്ഥലം. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി അസ്സുജൂദ്. ഒരടിയൻ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന സമയത്താണെന്ന് മഹാൻ
ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ സുജൂദിന്റെ സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത്. ആ സുജൂദിന്റെ സ്ഥലമാകുന്ന പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരം ഏറ്റവും വലിയ ഇബാദത്ത് നമസ്കാരം തന്നെയാണ്. പിന്നീട് ഇത്തികാഫ്, മറ്റുള്ള ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത് തുടങ്ങിയുള്ള ധാരാളം ഇബാദത്തുകളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ബന്ധങ്ങളും പള്ളി മുഖേന നടത്തപ്പെടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണല്ലോ. ഈ നമസ്കാരം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ പള്ളികളുടെ മുഴുവൻ മിഹ്റാബ് കഅബാലയത്തിലേക്കായതുപോലെ ലോകത്തുള്ള കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ, 1, 2, 10 കോടിയല്ല, 100-ലധികം വരുന്ന കോടി മുസ്ലിമീങ്ങൾ മുഴുവനും 24 മണിക്കൂറും, അപ്പൊ 5 നേരത്തെ നിസ്കാരമല്ലേ, അത് ഓരോ സ്ഥലത്തും ടൈം വ്യത്യാസപ്പെടും. നിസ്കാരത്തിന്റെ ടൈം സൂര്യോദയത്തിന്റെയും അസ്തമനത്തിന്റെയും വ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട് 5 നേരത്തെ നമസ്കാരത്തിന്റെ സമയം വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തന്നെ ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഏതെങ്കിലും പ്രദേശത്തിലായിക്കൊണ്ട് 24 മണിക്കൂറും ഈ ഫർളായ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തുള്ള ഈ കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ മുഴുവനും ഒരേ ബിന്ദുവിലേക്ക്, ഒരേ പോയിന്റിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, ഒരേ അല്ലാഹുവിൽ വിശ്വസിച്ച, ഒരേ പ്രവാചകരിൽ വിശ്വസിച്ച ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഒരേ ഖൽബ്, ഒരേ വ്യക്തിയെപ്പോലെ ആ ഒരേ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയാണ്. എന്താണ് ഇസ്ലാമിന്റെ ബന്ധം, മുസ്ലിമീങ്ങളുടെ ബന്ധം നാം മനസ്സിലാക്കണം. ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഒരു ഇമാമിന്റെ പിന്നിൽ ആ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വളരെ അനുസരണയോടുകൂടെ ഇമാമിന്റെ പിന്നിൽ അണിനിരന്ന മുഅ്മിനീങ്ങളായ സഹോദരന്മാർ അവരും അല്ലാഹു അക്ബർ എന്ന് പറയുകയാണ്. ആ ഇമാം പ്രാർത്ഥന നടത്തുമ്പോൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നേരായ വഴിയിലേക്ക് ഞങ്ങളെ കാര്യത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണല്ലോ. ആ നിർബന്ധമായ ഫാത്തിഹയിൽ അല്ലാഹുവിനോട് ഇമാം ദുആ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനക്ക് അതിനുത്തരം ചെയ്യാൻ വേണ്ടി അല്ലാഹുവിനോട് ആമീൻ, അല്ലാഹുവേ ഈ പ്രാർത്ഥനക്ക് നീ ഉത്തരം ചെയ്യണമെന്ന് മുഅ്മിനീങ്ങൾ ഒന്നിച്ചു പറയുകയാണ്. എന്തൊരു സാഹോദര്യമാണ് ബഹുമാനമുള്ള മുഅ്മിനുകളെ. അത് മാത്രം പോരാ, ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഒരു മഹല്ലിന്റെ ഭാഗമായി ഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ ആ മഹല്ലത്തിൽ ഒരൊറ്റ ജുമുഅ, ഒരു മഹല്ലത്തിൽ ഒരു ജുമുഅ, സൗകര്യമുണ്ടെങ്കിൽ ഒരൊറ്റ ജുമുഅ മാത്രമേ പാടുള്ളൂ, 2 ജുമുഅ അവിടെ പാടില്ല. ആ മഹല്ലത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആ പള്ളിയിൽ ഒരുമിച്ചുകൂടി ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അവർ ജുമുഅ നമസ്കാരം നിർവഹിക്കുകയാണ്. അതൊരു ചെറിയ ഈദാണ്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായി വഈദുൽ മുഅ്മിനീൻ. അത് സാധുക്കളുടെ ഹജ്ജാണെന്നാണ് നാം എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നത്. ഹജ്ജുൽ ഫുഖറ, സാധുക്കളുടെ ഹജ്ജ് കർമ്മമാണ്. അവരുടെ ഒരു ഒരുമിച്ച് കൂടിയിട്ടുള്ള അല്ലാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണത്. അവരുടെ വീട് വിട്ട് അവരുടെ കുടുംബമൊക്കെ വീടും ചുറ്റുപാടും ഒക്കെ ഒഴിവാക്കി പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാണ്. അത് ചെറിയ ഒരു ഹജ്ജ. അതേമാതിരി വലിയ ഒരു ഹജ്ജ്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ ഒരുമിച്ചുകൂടി അറഫ മൈതാനിയിൽ ഒരുമിച്ചുകൂടി, അത് ഹജ്ജ്, ഏറ്റവും വലിയ ഹജ്ജാണത്. അപ്പൊ ഇങ്ങനെ ഒരേ അള്ളാഹുവിൽ വിശ്വസിച്ച്, ഒരേ റസൂലിൽ വിശ്വസിച്ച്, ഒരേ ഇമാമിന്റെ പിന്നിൽ അണിനിരന്ന് ലോക മുസ്ലിമീങ്ങൾ ഒന്നിച്ച് ഒരൊറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സായി എന്നും ആ സാഹോദര്യം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ലോകത്തുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മുഴുവനും പരസ്പരം സഹോദരന്മാരാണ് എന്നുള്ള ഈമാനികമായ സാഹോദര്യം, മാനുഷികമായ സാഹോദര്യം അതൊന്ന് വേറെ, ഈമാനികമായ സാഹോദര്യം അതൊന്ന് വേറെ. ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ ഇഖ്വാൻ ആരാണ്, നിന്റെ അഖ്വാത്ത് ആരാണ്, നിന്റെ സഹോദരന്മാരും സഹോദരികളും ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയേണ്ടത്? അൽ മുഅ്മിനൂന ഇഖ്വാനി വൽ മുഅ്മിനാത്തു അഖ്വാത്തി.
മുഅ്മിനീങ്ങൾ എന്റെ സഹോദരന്മാരാ, മുഅ്മിനാത്ത് എന്റെ സഹോദരികളാ എന്ന് മറുപടി പറയണം. ആ സഹോദരി ദുനിയാവെന്ന് നമ്മൾ ഉണ്ടാക്കണം. മാനുഷികമായ സഹോദരി എല്ലാവരോടുമാണ്. അതാണ് മാനുഷികമായ സൗഹൃദ ബന്ധം. അത് എല്ലാവരോടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ സാഹോദര്യത്തിന്റെ അടിത്തറമാകുന്ന ഒരു പ്രസ്ഥാനമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളൊക്കെ, നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തികളുടെ പ്രശ്നങ്ങൾ, ഓരോ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ഈ പള്ളി മുഖേന നിർവഹിക്കപ്പെടുകയാണ്. ഒരു മഹല്ലത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നമാണ്, ഷിആറാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് പള്ളി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ ആര് ബഹുമാനിക്കുന്നുവോ അത് മനസ്സിലുള്ള തഖ്വയുടെ അടയാളമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പള്ളിയുടെ പരിപാലനം നടത്തുന്നവർ, അതിന്റെ നിർമ്മാണത്തിലാവട്ടെ, അതിൽ ഇബാദത്ത് കൊണ്ട് അതിനെ ധന്യമാക്കുന്നതിലാവട്ടെ, പള്ളിന്റെ ഇബാദത്ത് നടത്തുന്നവർ ഇന്നമായ അത് മുഅ്മിനീങ്ങൾ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കഴിയൂ. അപ്പൊ ഈമാനിന്റെ അടയാളമാണ്, തഖ്വയുടെ അടയാളമാണ് അല്ലാഹുവിന്റെ പള്ളിയുമായുള്ള ബന്ധം. ഈ പള്ളി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇത് അന്യ സമൂഹങ്ങൾക്ക് പോലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് പള്ളി എന്ന് പറയുന്നത്. നമുക്കറിയാം, ബാങ്ക് വിളിക്കുന്ന സമയത്ത്, നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ആജീവനാന്ത ശത്രുവാണ് പിശാച്, ഇബ്ലീസ്, ശൈത്താന്. ഈ ബാങ്ക് കേൾക്കുന്ന സമയത്ത് മനുഷ്യന്റെ സകല മനുഷ്യരുടെയും, അത് മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല, ഈ ഭൂലോകത്തുള്ള സകല മനുഷ്യരുടെയും ശത്രുവായിട്ടുള്ള പിശാച്, ആ പിശാച് ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് അവൻ ഓടിമറയുന്ന, 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് അവൻ ഓടിമറയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവിനെ പ്രതിരോധിക്കുന്ന ഒന്നാണ് പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പള്ളി നമ്മൾ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും, നമ്മൾക്ക് ഏറ്റവും വലിയ ഹുബ്ബ്, ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാവണം നമ്മളുടെ മറ്റു കാര്യങ്ങളെക്കാൾ, ഭവനങ്ങളെക്കാൾ, നമ്മുടെ മറ്റു വിഷയങ്ങളെക്കാൾ നമ്മളെ പള്ളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഈ പള്ളി ഉദ്ഘാടനം, നമ്മളുടെ പള്ളി, ഒരു പള്ളി നിർമ്മാണം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പള്ളി നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് പള്ളി നിർമ്മാണങ്ങളൊക്കെ പല രീതിയിലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പള്ളി നിർമ്മാണത്തിന് വേണ്ടി അതിന്റെ പ്രവർത്തനം നടത്തുന്ന, നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, ഞാനൊരു ഗ്രന്ഥം രചിക്കണമെന്ന് വിചാരിച്ചു, അൽ മസാലിഹ് വൽ മഫാസിദ് ഫി അമലിൽ മസാജിദ്. പക്ഷെ അത് രചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോടെങ്കിലുമൊക്കെ രചിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും മാത്രം പള്ളി നിർമ്മാണത്തിൽ അപാകതകൾ ഇന്ന് പല സ്ഥലത്തും വന്നുകൊണ്ടിരിക്കും, പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കപ്പെടേണ്ട ധാരാളം കാര്യങ്ങൾ പള്ളി നിർമ്മാണത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ, പണ്ഡിതന്മാരുടെ നേതൃത്വമൊന്നും കൂടുതൽ ചിന്തിക്കാതെ പല പ്രവർത്തനങ്ങളും ഈ പള്ളിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പള്ളി എന്ന് പറയുന്നത് പുനർനിർമ്മാണം നിർവഹിക്കപ്പെട്ട പള്ളിയാണ്. ഇന്ന് അതിന്റെ അധികമായിട്ടെടുത്ത ഭാഗങ്ങളൊക്കെ പുതുതായി വഖഫ് ചെയ്യുകയുണ്ടായി, പള്ളിയായിട്ട് വഖഫ് ചെയ്തു. ഒരു സ്ഥലത്ത് പള്ളിയായി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെറുതെ ഇരുന്നാൽ, എത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ഉബസ, വെറുതെ അവിടെ ഇരുന്നാൽ മതി. നല്ല നിയ്യത്തോടുകൂടെ എത്തിക്കാഫ് ഇരിക്കുകയാണെന്നുള്ള കരുത്തോടുകൂടെ, നിയ്യത്തോടുകൂടെ വെറുതെ അവിടെ ഇരുന്നാൽ മതി. എന്നാ വലിയ ഭയങ്കരമായ പ്രതിഫലമാണ്. അങ്ങനത്തെ ഒരു മഹത്വത്തിലേക്ക് ആ സ്ഥലം മാറിയിരിക്കുകയാണ്. നമ്മളുടെ നാട്ടിലുള്ള പള്ളികളൊക്കെ ഇൽമിന്റെ കേന്ദ്രങ്ങളാണ്, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളാണ്, ഇൽമിന്റെ കേന്ദ്രങ്ങളാണ്. പള്ളി ദർസ്, നമ്മളുടെ പള്ളിയിൽ വിദേശ വിദ്യാർത്ഥികളില്ലെങ്കിൽ നാട്ടുകാരായ വിദ്യാർത്ഥികളെങ്കിലും ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ ഇഷാമഗ്രിബിന്റെ അടിയിലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും, ഒഴിവുള്ള കാരണവന്മാര്, വയസ്സായവര്, എൽമടിക്ക പ്രായമല്ല, അവരൊക്കെ പള്ളിയുമായി ബന്ധിച്ച്, മദീന പള്ളിയുമായി ബന്ധിച്ചുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ശർഈയായ ഇൽമു, ദീനിന്റെ ഇൽമു പഠിച്ചിരുന്നത്. ആ പാരമ്പര്യമാണ് നമ്മളെ കേരളത്തിൽ നല്ല നിലക്ക് നിലനിന്ന് പോന്നിട്ടുണ്ട്. പള്ളി ദർസിന് ബദലില്ല. മറ്റ് പല സംവിധാനങ്ങളുണ്ടെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും പള്ളി ദർസിന് ലോകത്ത് ബദലില്ല. ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെട്ട, ഏറ്റവും പുണ്യമായ സ്ഥലത്ത്, ആ സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു ഉസ്താദിന്റെ കീഴിലിരുന്നു കൊണ്ട് ഇൽമു പഠിക്കുന്ന ആ മഹത്വം അത് മറ്റൊന്നിനുണ്ടാവില്ല ബഹുമാനികളെ. അതുകൊണ്ട് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇബാദത്ത് കൊണ്ട് പോലെ തന്നെ ഇൽമിന്റെ കേന്ദ്രമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് മാറാവട്ടെ. നമ്മളുടെ ഉമ്മമാരും നമ്മുടെ പെങ്ങന്മാരും
എല്ലാ കുടുംബങ്ങളും സഹായിച്ചുകൊണ്ടാണ് ഇവിടെ പള്ളി ദിവസങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഈ പള്ളിക്ക് വേണ്ടി ഇതിന്റെ ആദ്യം മുതൽക്ക് ഇന്ന് വരെ ഈ പള്ളിയുടെ ആദ്യത്തെ പള്ളിയും പുതിയ പള്ളിയും നിർമ്മാണത്തിനും അത് നടത്തിക്കൊണ്ടുപോരുന്നതിനും സഹായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. അല്ലാഹു ബഹുമാനിച്ച, അല്ലാഹു ആദരിച്ച സകല വസ്തുക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ വേണ്ടി അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജന്നാത്തുൻ നഈം അവരെയും നമ്മളെയും മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നീണ്ടുപോയെന്ന് തോന്നുകയാണ്. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.